ഇതാ വേഗം പിടിച്ചോ. ഫ്രിഡ്ജ് തുറന്നപ്പോൾ കണ്ട പച്ചക്കറി ഇതൊക്കെ എന്തെന്നാ വെച്ചാൽ ഇതിനെ കൊണ്ട് ഉണ്ടാക്കി. കാരണം ഫ്രിഡ്ജ് തുറന്നപ്പോൾ കണ്ടപ്പോൾ ഇനി വാങ്ങിക്ക് ഭയങ്കര ഉഷാറായിരിക്കും. കണ്ട പച്ചക്കായിൻ്റെ കളർ നോക്ക്. പച്ച ഇപ്പോൾ ഇത് പച്ചക്കായി എന്ന് പറയൂല, കറുത്ത കായ് എന്ന് പറയും. അങ്ങനത്തെ സിറ്റുവേഷൻ ആയിക്ക് ഇത് വാങ്ങിക്ക ഉഷാറാ. ഇത് ഫ്രിഡ്ജിൽ കുറേ ദിവസം ഉണ്ടാവും. അപ്പൊ ഒരു കാര്യം പറയാ, ഇപ്പൊ നല്ല പൈസ പച്ചക്കറി 18 റിയാല ഇതിന്. അതേപോലെ ചേനൊക്കെ ഉള്ളത് ആ പൈസ എന്ന് പറയും. ഇപ്പൊ കടിയൊക്കെ ഉഷാറാ. അതുകൊണ്ട് ഇനി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് തന്നെ പറഞ്ഞ് അതിനകത്ത് നിന്ന് പിന്നെ എടുത്ത് മാറ്റുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കാം പ്ലീസ്. എനിക്ക് വിഷമായത് എന്റെ പൈസ ഇത് നമുക്ക് സാമ്പാറിനൊക്കെ ബീട്രൂട്ടും വേണം. എന്റെ ഇഷ്ടം അതും കെട്ടുപോകും. എനിക്ക് ഇഷ്ടമല്ല ബീട്രൂട്ട് ഇടുന്ന സാമ്പാർ. പെട്ടെന്ന് എന്ത് കറി ഉണ്ടാക്കും. എന്നാലും എന്റെ പച്ചക്കായ എന്തായതാ ഞാനിപ്പോ എനിക്കെല്ലാം ഒടുവിൽ ഇനിയിപ്പോ എന്ത് തീരുമാനിച്ചു? സാമ്പാറാണോ അവിയലാണോ? സാമ്പാർ ആകുമ്പോ ഒരു ഗുണമുണ്ട്. നമുക്ക് 3 നേരം എടുക്കാം. രാവിലെ ദോശേന്റെ കൂടെ, ഉച്ചക്ക് ചോറിന്റെ കൂടെ, രാത്രി ചപ്പാത്തിന്റെ കൂടെ. പണി എളുപ്പമായി. അല്ല പച്ചക്കറി ഇപ്പൊ വിചാരിക്കണ്ടാവും ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഹായ് കാട് വന്നിട്ടുണ്ടല്ലോ. അവള് കാണുന്ന ഇതാ. അത് എത്ര പെട്ടെന്ന് ഉണ്ടാക്ക്. സാമ്പാറാണ് സാമ്പാർ, അവിയലങ്ങ് അവിയല്. സാമ്പാർ അതാകുമ്പോ 3 നേരം നമുക്ക്. എത്ര നേരം? 3 നേരം. ഏതായാലും എന്റെ പച്ചക്കറി രക്ഷപ്പെട്ട് കെട്ടുപോവില്ലല്ലോ. ഇനി ഫ്രിഡ്ജിൽ ഇങ്ങനെ സാധനം വെച്ചിട്ട് ഇടക്കിടക്ക് നോക്കണം. ഇന്ന് ഞാൻ നോക്കിയ വേണ്ടി ഈ പച്ചക്കറി ഒക്കെ കിട്ടി. മറന്നു പോറല്ലോ. ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കുഷാറാ. സാമ്പാറിന്റെ പണി ആരംഭിച്ചില്ലേ? യെസ്, തട്ടിക്കൂട്ട് സാമ്പാർ. നോക്കുമ്പോ എന്താ പറയാനാ, സാമ്പാർ വരിപ്പെല്ലാം തീർന്നിന്. അപ്പൊ തട്ടിക്കൂട്ടായതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല ഞാൻ വിചാരിച്ച അതിന് ഞാൻ ഓടേണ്ടി വരുവോളി. വേണ്ട, സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് തീരെ സുഖയില്ലേ. ഞാൻ സുഖയില്ലാണ്ട് അവിടെ കിടന്നെടുക്കുന്നു. കുറെ പച്ചക്കറി എടുത്ത് ഇതാ വരുന്നു. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഒരു പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ പണി, ഇരട്ടി പണി എനക്കാക്കും. അപ്പൊ ഇതിപ്പോ കുറച്ചാളൂ. ഞാനിപ്പോ തട്ടിക്കൂട്ട് സാമ്പാറല്ലേ, നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് സാമ്പാർ പരിപ്പെല്ലാം വെച്ചിട്ട് ചെയ്തോ. ഞാനിപ്പോൾ തൽക്കാലം ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മളെ ചുവന്ന പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ട് വരട്ടെ. അപ്പം ആദ്യം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം രണ്ട് വേവുള്ള പരിപ്പ് ആവശ്യമെങ്കിൽ പ്രശ്നമില്ല. കുക്കറിലല്ലേ, ഇത് കഴുകിയെടുത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പ് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാനിപ്പോൾ കോവക്ക എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സാമ്പാറിൽ അറിയാലോ നമ്മൾ ഏതൊക്കെ പച്ചക്കറിയാണ് മെയിനായിട്ട് വേണ്ട. വെള്ളരി, കുമ്പളം അതൊന്നും എൻ്റെ അടുക്ക ഇല്ലേനും. ഞാനിപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വെണ്ടയും മുരിങ്ങയും ഞാൻ പിന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു വെല്ലുള്ളിയുടെ ചെറിയൊരു പീസ് ഇതിൽ മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലൊരു ബീട്രൂട്ട് ബീട്രൂട്ട് സാമ്പാറിൽ ബീട്രൂട്ട് ഇട്ടാൽ അപ്പാട് കളറേ മാറിപ്പോവും. പിന്നെ സാരമില്ല, ഞാൻ ബീട്രൂട്ട് ചോറിന്റെ കൂടെ ഉപ്പേരിയാക്കി തരാം. ഓക്കെ, ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് ഒരു 3 ചെറിയ പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നമുക്ക് വെണ്ടയും മുരിങ്ങാക്കുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് പൊടികളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് നമ്മളെ മഞ്ഞൾപ്പൊടി കുറച്ച് മതി. മഞ്ഞൾപ്പൊടി, പിന്നെ കായത്തിൻ്റെ പൊടി, പിന്നെ വേറെന്നാ നമ്മുടെ ഉപ്പ്. വെയിറ്റ്, ഹിമാലയൻ്റെ റോക്ക് സോൾട്ട് ടൈപ്പ് ഇതിനെല്ലാം യൂസ് ചെയ്യൽ നല്ല സംഭവമാണ്. പൊടിയുപ്പിനേക്കാൾ എനിക്ക് ഇഷ്ടം ഇതാ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വളരെ കുറച്ച് വെള്ളം, ആ ഒരു പരിപ്പും ഈ പച്ചക്കറികളും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട്, വളരെ കുറച്ചല്ല എടുക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ ഒരു നികന്ന് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓവറുമായി പോയിട്ട് കുറവായിരുത്, പോരാ, കുറച്ചുകൂടി വേണം. ഓക്കെ, 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ അടിച്ചിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, സെറ്റ്. ഇനി ഇതിൻ്റെ കുറച്ച് മസാലകൾ ഉണ്ടാക്കേണ്ടതുണ്ട്.
അപ്പൊ ഇതാദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ട് അത് ചെയ്യാം. അല്ല ഒരു സംശയം, പറയൂ. ഇത് വറുത്ത് അരച്ച സാമ്പാറാണോ? അതന്നെ. അപ്പൊ പക്ഷെ അതിന്റെ മസാല ഒന്നും ഇല്ല, കാണുന്നില്ല. വറക്കുന്നില്ല. ഞാനിപ്പോ തേങ്ങ നമ്മളിപ്പോ 3 നേരം എടുക്കുന്നുണ്ട്. അപ്പൊ രാവിലത്തെ ഈ ദോശേൻ്റെ എല്ലാം കൂടെ വറുത്തരച്ചിട്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ദോശ ഇഡ്ഡലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പം ഉച്ചക്ക് ഞാനിതിൽ തേങ്ങ വറുത്തരച്ചങ്ങ് ഒഴിച്ചു കൊടുക്കും. അല്ലാതെ ദോശക്ക് ഇതിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സ്റ്റൗ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. തീരെ കുറച്ചിട്ടല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ 2 വിസിൽ ഇത് അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സുഖമില്ലാണ്ട് ജലദോഷം, തൊണ്ടവേദന, തലവേദന ആയിട്ട് കിടന്നെടുക്കുന്നത്. നമ്മളെ കോഴിക്ക് കേബേജ് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2-3 കേബേജ് വാങ്ങിയിട്ടുണ്ട് ഇതിന് വലിയ. അപ്പം അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് തുറന്നതാ ആസി. അപ്പോഴാ നമ്മളെ പച്ചക്കായെല്ലാം ഇങ്ങനെ കറുപ്പ് കളറായിട്ടെല്ലാം കണ്ടിട്ട് എനിക്ക് പണി തന്ന സാമ്പാറോ അവിയലോ എന്തെന്നാന്ന് വെച്ചാൽ വേഗം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എണീറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു സംഭവം ഉണ്ടായി തന്നെയാ. നല്ല മാഷാഅല്ലാ, മാഷാഅല്ലാ, ഇത് കുടിച്ചിട്ട് നല്ല ആശ്വാസം ഉണ്ട്. നല്ല ഹെൽത്തി ടീ. ഈ ഹെൽത്തി ടീന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയട്ടെ. ഇതില് ഇഞ്ചി ഉണ്ട്, പിന്നെ പശു നെയ്യ് കുറച്ചുണ്ട്, കുരുമുളക് ഉണ്ട്, പിന്നെ ഗ്രാമ്പു ഉണ്ട്, അതുപോലെ ഏലക്കായ ഉണ്ട്. അതൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു ടീ ആണ് ഇത്. ഇതില് കുറച്ച് മഞ്ഞള് നമ്മൾ മിക്സ് ആക്കണം. ഏറ്റവും ഹെൽത്തി ടീ ആണ്. ഇവൾക്ക് ഇടക്കിടക്ക് ശ്വാസം മുട്ടല് മറ്റേ പല അസുഖങ്ങൾ വരുമ്പോ ഇതൊന്ന് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ കുറെ റിക്കവറി ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ സാമ്പാറിന്റെ പണി ഇതാ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഷുഗർ ഒന്നും ഇടൂല ഇതില് ഷുഗർ ഒന്നും ഇടരുത്. അല്ല, കുറച്ച് തേനുണ്ടെങ്കിൽ ഒഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല. തേനാണ്. 2 വിസിലായിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ചായ ഇവിടെ വെട്ടി തളിച്ചിട്ടുണ്ട്. സംഭവം ഞാനിതൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ട്. 1 കപ്പ് കുടിച്ചതിന് ശേഷം ഈ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ തന്നെ പറ്റിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി ഒന്ന് കുടിക്കാം. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ പനി, തൊണ്ടവേദന, ജലദോഷമുള്ള എന്നെ പോലെ ഈ ശ്വാസം മുട്ടലിന്റെ കഫക്കെട്ടെല്ലാം ഇടക്കിടക്കുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ആ ഒരു മസാലകളെല്ലാം ഒന്നങ്ങ് വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കുക്കറിന്റെ പ്രഷർ പോണേ. ആ ഒരു സമയം കൊണ്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് അല്ലാ വെളിച്ചെണ്ണ സോറി ഗൈസ്, വെളിച്ചെണ്ണ ഇല്ല. അതിനിപ്പോ ഞാൻ ഓടേണ്ടി വരുവാ. മതി എനിക്കിപ്പോ അതും അതന്നെ ഒലിവ് ഓയിൽ വയ്ക്കാം. അതിങ്ങടുത്ത് നിങ്ങള് എന്താ ചെയ്യുക, ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ഉണ്ടാവും. എന്നാലും സാരമില്ല, ഞാനിപ്പോൾ തൽക്കാലം ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് എല്ലാവർക്കും അറിയാലോ, സാമ്പാർ നമ്മളെ നാടൻ സാധനമാണ്. അതിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. എനിക്കിപ്പം ടൈമില്ല വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് വീണ്ടും ഉണ്ടാക്കാനൊന്നും. കാരണം എത്രയും പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയിട്ട് കിടക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കണേ, നോട്ട് പോയിന്റ്. വെളിച്ചെണ്ണ മസ്റ്റ് ആണ്. ഇല്ല, ഓക്കെ. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു ഇത്തിരി ഉലുവ പൊടി ചേർക്കുന്നുണ്ട്. അത് ചേർക്കാം നമ്മുടെ പൊടികളുടെ കൂടെ. ഞാനിപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട്. അതുപോലെ ഇതെല്ലാം പൊട്ടി വരുന്ന സമയത്ത് ഒരു 3 വറ്റൽ മുളക്, അതിൻ്റെ കൂടെ തന്നെ ചെറിയുള്ളിയാണ് ബെസ്റ്റ്. ചെറിയുള്ളീൻ്റെ തൊലി പൊളിക്കാനൊന്നും വയ്യാത്തത് കൊണ്ട് ഞാനിപ്പം നമ്മൾ നേരത്തെ പച്ചക്കറി വേപ്പിക്കുമ്പോൾ ഇട്ട ഉള്ളിയുടെ ബാക്കിയുള്ള സാധനം ഇല്ലെങ്കിലൊന്നും പ്രശ്നമില്ല. കാരണം ഇത് ഈ സാമ്പാർ കറി എന്ന് പറയുന്ന മുമ്പേ പച്ചക്കറി എല്ലാം നമ്മൾ പെട്ടെന്ന് കിട്ടിയല്ലേ. അതാണ് പച്ചക്കറി പെട്ടെന്ന് ഇത്ര കേടാവാണ്ട് നിൽക്കാൻ വേണ്ടിട്ട് നിന്റെ അടുത്ത് വന്ന് നീ ഒരു കറി ഉണ്ടാക്കും. തട്ടിക്കൂട്ട് സാമ്പാറാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ ഇതിൽ ലോജിക്കൊന്നും കണ്ടുപിടിക്കരുത്. ഇങ്ങനെ ഭയങ്കര ഒതന്റിക് സാമ്പാർ ഒന്നല്ല, തട്ടിക്കൂട്ടി സാമ്പാർ. പെട്ടെന്ന് ഒരു അസുഖമുള്ള സമയത്ത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു സാമ്പാർ വെക്കാം, അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചെറിയുള്ളിയാണ് എടുക്കേണ്ടത്. ചെറിയുള്ളി സംഭവം എൻ്റെ അടുക്ക ഉണ്ട് എന്നാലും, പക്ഷെ അതിന്റെ തൊലിയൊന്നും കളയാൻ ഇപ്പൊ ടൈമല്ല, വയ്യ. അപ്പൊ ഞാൻ ബാക്കിയുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതൊന്ന് കളർ മാറി വരുന്ന സമയത്ത് ഉള്ളി ചുവന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഇനിയിപ്പോ ഇതില് നമ്മള് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാനിത് കുറേ കാലം മീൻസ് കുറേ ദിവസങ്ങളോളം കേട് കൂടാതിരിക്കാൻ
നമ്മളിത് ആദ്യം നല്ലോണം കൊണ്ടുവന്നാല് ഉതിർത്തെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഉള്ളി കരിഞ്ഞ പോവാ ഇല്ല ഇല്ല, ഉതിർത്തെടുത്തിട്ട് കഴുകി വെക്കുക. എന്നിട്ട് ഒരു നമ്മളെ അരിപ്പയിലോ എന്തിലെങ്കിലും ഇട്ടിട്ട് വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് വെക്കുക. ഞാൻ ടേബിൾ മേല് തലേദിവസം രാത്രി വെച്ചു, രാവിലെയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി. ഇപ്പൊ നല്ല ചൂടല്ലേ, അപ്പൊ നല്ലോണം ഡ്രൈ ആയിക്ക്. എന്നിട്ട് ഇതാ ബോട്ടിൽ ഏതാണോ നമ്മൾ എടുക്കുന്ന കണ്ടെയ്നർ അതിൽ ആദ്യം ടിഷ്യൂ വെച്ചിട്ട് കവർ ചെയ്യുക ഈ മൊത്തത്തിൽ ഇതാ ഇങ്ങനെ. എന്നിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഈർപ്പം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുക. അടിച്ചു വെക്കാം. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എടുക്കാൻ പറ്റും. ഓക്കെ, ഒരു ടിപ്പാണ് അത്. ഇനിയിപ്പം ഇതാ ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പം തേങ്ങ വറുത്തരക്കുന്നൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം എൻ്റെ അവസ്ഥ പറയാൻ പറ്റൂല, അസുഖം പെട്ടെന്നാണ് കൂടുക. അപ്പം നാളെ അസുഖം കുറവുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ വറുത്തരച്ചിട്ട് കൊടുക്കും ചോറിൻ്റെ കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കണം, വേറെ എന്ത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ പച്ചക്കറി വേപ്പുമ്പോൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മതി. ഇനിയിപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. അതിലും കൂടുതലായിട്ട് മല്ലിപ്പൊടി. ഇത് ഓൾറെഡി വറുത്ത മല്ലിപ്പൊടിയാണ്, അപ്പോൾ ഒരുപാട് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചുകൂടി കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ മതി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക. കണ്ടോ, ഓൾറെഡി ആ ചൂടിൽ കിടന്നിട്ട് മൂത്തോടും. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പച്ചക്കറി എന്തായി? എൻ്റെ സ്പൂണൊന്നും കാണുന്നില്ല. വെന്തിട്ടുണ്ട്, നല്ലോണം വെന്തോയി തോന്നല്ല. ഒരു കെടുന്നേക്കാടി നല്ലതല്ലേ പോയാല്? ഇത് ഇതിലിട്ടിട്ട് ഒരു വിസിലടിക്കാന്നാ വിചാരിച്ചത്, പക്ഷെങ്കിൽ ഇത് ഓൾറെഡി നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഓവർ വേവണ്ട. ഞാനിപ്പോൾ തൽക്കാലം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുള്ള വെള്ളം ഇതിൽ മിക്സാക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യുന്നൊന്നുമില്ല, എങ്ങനെ തന്നെ ഒന്നങ്ങ് അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഞാൻ ഇതിലിടാന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇനിയിപ്പോൾ ഇത് സെപ്പറേറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിൽ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായാലും ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. തക്കാളിയും മുരിങ്ങയും വെണ്ടയും വാട്ടിയിട്ട് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കണേ. എന്നിട്ട് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൽ നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കേ. എനിക്കിപ്പോൾ അതിനൊന്നും വയ്യ, അതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല. വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിതാ നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നങ്ങ് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ ബാക്കിയുള്ള വെജിറ്റബിൾസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. ഈസിയാണ് ഈ ഒരു സാമ്പാർ. ഇതിപ്പോൾ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ, വെണ്ടയും തക്കാളിയും മുരിങ്ങയെല്ലാം. ഇനി നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല സ്മെല്ലുണ്ട്. യെസ്. ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാനിതാ ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഒറ്റൊരു തിള ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ പൊറാട്ട ചപ്പാത്തി ഏതിൻ്റെ കൂടെയും അടിപൊളി കോംബോ ആണ്. ഇനിയിപ്പം തട്ടിക്കൂട്ടും സാമ്പാറാന്ന് വെച്ചിട്ട് ടേസ്റ്റ് ഇല്ലാന്നൊന്നും വിചാരിക്കരുത്. ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത്. നല്ല സ്മെല്ലുണ്ട്. റിവ്യൂ ഞാൻ തന്നെ പറയും. ഒരു ചെറിയൊരു തൃപ്തി കുറവ് നമ്മുടെ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ മാത്രമേ. ഞാനിത് ഒരു ഇത്തിരി ബാക്കിയുള്ളത് മുകളിൽ ആ ഒരു പച്ച വെളിച്ചെണ്ണ ഒന്നങ്ങ് തൂക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എനിക്ക് ഫീഡ്ബാക്സ് അറിയിക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.